ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലെ പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം ഏറ്റെടുത്തു. തന്ത്രിയുടെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ വിഗ്രഹം കസ്റ്റഡിയിലെടുത്ത ശേഷം കൊല്ലത്തെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ വാജിവാഹനം തന്ത്രിയുടെ കൈവശം ഇരിക്കുന്നത് നേരത്തെ വലിയ ചർച്ചയായിരുന്നു. പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ഠര രാജീവർ കൈവശം വെച്ചിരിക്കുകയാണ്. വർഷങ്ങൾ പഴക്കമുള്ള ശില്പമാണ് വാജിവാഹനം. 11 കിലോ തൂക്കം വരുന്ന പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞതാണ് വാജിവാഹനം. ശബരിമല സ്വർണ്ണക്കൊള്ള സമയത്ത് വാജിവാഹനം കാണാനില്ലെന്ന ആരോപണം ഉയർന്നപ്പോൾ തന്ത്രി തന്നെയാണ് തന്റെ വീട്ടിലെ പൂജാമുറിയിലുണ്ടെന്ന് വെളിപ്പെടുത്തിയത്. അതേസമയം 2017 ശബരിമലയിൽ ഉണ്ടായിരുന്ന വളരെ മൂല്യമുള്ള വാജിവാഹനം തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോയത്. വിവാദങ്ങളെ തുടർന്ന് വാജിവാഹനം തിരികെ നൽകാൻ തയ്യാറാണെന്ന് ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും ചെയ്തു. കട്ടിളപ്പാളി കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം SIT സംഘം തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും വാജിവാഹനം കണ്ടെത്തി കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റിന് SITക്ക് ഇന്നലെ കോടതി അനുമതി നൽകി. ദ്വാരപാലക പാളി കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതിയാണ് കൊല്ലം വിജിലൻസ് കോടതി നൽകിയത്. നിലവിൽ കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ തുടരുകയാണ് കണ്ഠര രാജീവർ. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A പത്മകുമാറിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. 14 ദിവസത്തേക്ക് പത്മകുമാറിനെ റിമാൻഡ് ചെയ്യാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. A പത്മകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. 12ാം പ്രതി പങ്കജ് ഭണ്ഡാരിയും ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചു. അറസ്റ്റും SITയുടെ നടപടിക്രമങ്ങളും നിയമവിരുദ്ധമാണെന്ന് കാട്ടിയാണ് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റ് ചെയ്തത് മതിയായ കാരണങ്ങൾ അറിയിക്കാതെയായിരുന്നുവെന്നും പങ്കജ് ഭണ്ഡാരി വാദിച്ചു. പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയിൽ SITയോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. സംഭവത്തിൽ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. കേസ് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ദേവസ്വം ബോർഡ് മുൻ അംഗമായ KP ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നതിലായിരുന്നു വിമർശനം. ശങ്കർദാസിന്റെ മകൻ SP ആയതിനാലാണോ അറസ്റ്റ് വൈകുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യഘട്ട ജാമ്യ ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. എല്ലാ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് സംസ്ഥാനത്ത് ദേവസ്വം ബോർഡ് എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചിരുന്നു. ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയുടെ പല ഭാഗങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പരാമർശിച്ചതിലായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം.